ഈ വർഗീയ വിഷപ്പാമ്പിൻ്റെ വായിൽ നിന്ന് ഒരിക്കലും നന്മ നിറഞ്ഞ വാക്കുകൾ പ്രതീക്ഷിക്കാനാവില്ല. ഇവിടെ വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായിട്ടുള്ള ഒരു ഗായകൻ, അദ്ദേഹം പട്ടികജാതിയിലാണ് എന്നതുകൊണ്ടുള്ള ഒരു ജാതി അധിക്ഷേപമായിട്ടാണ് ഈ സമൂഹം ശശികലയുടെ വാക്കുകളെ വിലയിരുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ സംഗീത പരിപാടിയെ അടക്കം ആക്ഷേപിച്ചിരിക്കുകയാണ്. കലാപ്രകടനങ്ങളെ ഈ വിധം ആക്ഷേപിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. റാപ്പ് ഗായകൻ എന്നാണ് വേടൻ അറിയപ്പെടുന്നത്. റാപ്പിൻ്റെ പരിഭാഷ നിഘണ്ടുവിൽ നോക്കിയാൽ കാണാം, അത് നാടൻ ഭാഷയിലെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സംഗീതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആലപിക്കുന്ന ഒരു പരിപാടിയാണ്. സ്വാഭാവികമായിട്ടും നാടൻ പാട്ടുകൾ എത്രയോ കാലമായി പാടിപ്പതിഞ്ഞ നാടൻ പാട്ടുകൾ പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നത് വേടൻ മാത്രമല്ല, മറ്റു പലരും അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങൾ പോലും പാശ്ചാത്യ സംഗീതവുമായി മിക്സ് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുകയും അത് നമ്മൾ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പട്ടികജാതിക്കാരനായിട്ടൊരു വേടൻ ഈ തരത്തിലുള്ള ഒരു റാപ്പ് സംഗീതം ആലപിച്ചതിൻ്റെ പേരിലാണ് ജാതി അധിക്ഷേപം അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത്. ഇത് സംബന്ധിച്ച് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ഡിവൈഎഫ്ഐ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ വിഷയത്തിൽ. തീർച്ചയായിട്ടും അത്തരം പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം. ഇവിടെ ഹിന്ദുത്വ വർഗീയതയുടെ പ്രതിനിധിയാണ് ശശികല. ആ ഹിന്ദുത്വ വർഗീയതയുടെ ഒരു പ്രത്യേകത, അവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ മനുഷ്യരായി പോലും പരിഗണിക്കുന്നില്ല എന്നതാണ്. അവർ ഉൾക്കൊള്ളുന്ന സനാതനധർമ്മത്തിൻ്റെ പരിധിക്ക് വെളിയിലാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും പിന്നോക്ക ജാതിക്കാരും. ഇവിടെ പാലക്കാട് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. പാലക്കാടിനൊരു പഴയ ചരിത്രമുണ്ട്. മഹാത്മാഗാന്ധി അയിത്തോച്ചാടന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി വന്നപ്പോൾ പാലക്കാട് നിന്നാണ് സനാതനികളുടെ കരിങ്കൊടി പ്രകടനം നടന്നത്. അന്ന് അയിത്തോച്ചാടന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ പട്ടികജാതിക്കാരാണ് എല്ലാ സ്വീകരണ പരിപാടികളിലും ഒത്തുചേർന്നത്, പിന്നാക്ക ജാതിക്കാർ എന്ന് മാത്രമല്ല ഉന്നത ജാതിയിൽപ്പെട്ട പരിഷ്കർത്താക്കളായിട്ടുള്ള ആളുകളും ഒക്കെ ഗാന്ധിയെ സ്വീകരിക്കാൻ ഒത്തുചേർന്നപ്പോൾ ഗാന്ധിജിക്കെതിരായിട്ട് കരിങ്കൊടി പ്രകടനം നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് പാലക്കാട്. ആ സനാതനികളെ ഇവിടുത്തെ ജനങ്ങൾ കൈകാര്യം ചെയ്ത വാർത്തയാണ് അക്കാലത്തെ പത്രങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടത്. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതേ പാലക്കാട് വെച്ചിട്ടാണ് ആ സനാതനികളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന സംഘപരിവാറിൻ്റെ പ്രതിനിധി, ഒരു പട്ടികജാതി യുവാവ്, തൻ്റെ പ്രതിഭയുടെ ഭാഗമായി, തൻ്റെ കഴിവ് പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആലപിക്കുന്ന സംഗീത പരിപാടിയെപ്പോലും ആക്ഷേപിച്ചത്. ഇവിടെ പട്ടികജാതിക്കാരോട് സംഘപരിവാർ സ്വീകരിക്കുന്ന നിലപാട് കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്.